കളിവീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അഞ്ജനയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ പൂജ കൈ തലയ്ക്ക് വെച്ച് തലയും താത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അഭിഷേക മുറിയിലേക്ക് വരികയാണ്. ഹലോ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ പൂജ ഇങ്ങനെ നെട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണമെന്ന് അവൻ പറയട്ടോ. എന്തിനാണെന്ന് പൂജ ചോദിക്കുന്നുണ്ട്. ഓ, കാര്യവും കാരണവും ഒക്കെ പറഞ്ഞു തന്നാലേ തമ്പുരാട്ടി ഇറങ്ങി വരുമെന്നുണ്ടോ? ഇങ്ങനെ അഭിഷേക് ചോദിക്കാൻ കേട്ടോ പൂജയോട്. അഭി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പൂജ ചോദിക്കണ്ടേ. ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് അഭിഷേക് പോവാൻ കേട്ടോ. കൂടെ പൂജ ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന അഭിഷേകിൻ്റെ അച്ഛന് മദ്യത്തിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പൂജയും അഭിഷേകും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അഭിഷേകിൻ്റെ അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, ആ വന്നോ? എടി പെണ്ണെ, നമ്മൾ തമ്മിൽ ചെറിയൊരു ഏർപ്പാടുണ്ട്. അത് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതിന് മുൻപേ തീർക്കണമെന്ന് വിചാരിച്ചതാ. എന്തായാലും അത് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞാൽ നീയും നിന്റെ തള്ളയും ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണേലും ആയിക്കോ. ആട്ടെ, നിന്റെ തള്ള എവിടെ? അമ്മ കടയിൽ പോയിരിക്കാന്ന് പൂജ തിരിച്ച് പറയണ്ടേ. ആ, എന്നാൽ അവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് അവസാനിപ്പിച്ചേക്കാം. എന്നാൽ അതങ്ങ് എടുത്തേക്കിടാന്ന് അഭിഷേകിനോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അഭിഷേക് അത് എടുത്തുകൊണ്ട് വരികയാണ്. ഈ മുദ്രപത്രത്തിൽ മോളൊരു തുല്യം അങ്ങ് ചാർത്തിയേക്ക്. അപ്പോൾ പൂജ ചോദിക്കുകയാണ്, എന്താണിത്? അപ്പോൾ അഭിഷേക് ചോദിക്കുന്നുണ്ട്, അതറിഞ്ഞാലേ നീ ഒപ്പിടുകയുള്ളൂ. അതറിയണമല്ലോ എന്ന് പൂജ പറയുമ്പോൾ അഞ്ജനയുടെ അച്ഛൻ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ മൊത്തം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ശേഷം പറയാണ്, ഇത് വിറ്റ് തുലക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണമെന്ന്. ആ അനുവാദം നീ മുദ്രപത്രത്തിൽ അങ്ങ് ഒപ്പിട്ട് തന്നേക്ക്. ഇങ്ങനെയൊക്കെ അഭിഷേകിൻ്റെ അച്ഛനെ പൂജയോട് പറയാൻ കേട്ടോ. അപ്പോൾ ഒപ്പിട്ട് തന്നാൽ നിങ്ങളും അമ്മയും തമ്മിലുള്ള ബന്ധം തീർന്നു എന്നാണോ എന്ന് പൂജ ചോദിക്കുകയാണ്. അതെ എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒപ്പിട്ട് തരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പൂജ ചോദിക്കുകയാണ്. എനിക്ക് ഈ കുടുംബം തകർക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പൂജ പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അഭി പൂജയെ ബലമായി പിടിച്ച് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ അഞ്ജന വരികയാണ്. വിടട അവളെ തൊട്ടു പോകരുത് എൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് അഞ്ജന വന്നിട്ട് ആ കടലാസൊക്കെ കീറി വലിച്ചെറിയാണ് കേട്ടോ അവരുടെ മുഖത്തേക്ക്. അഭിഷേകും അവൻ്റെ അച്ഛനും ഞെട്ടി നിൽക്കുകയാണ്. നീയൊക്കെ കാണിക്കുന്ന പേക്കൂത്തും കണ്ടും അനുഭവിച്ചും ഇത്രയും കാലം ഇങ്ങനെ ഇതിനകത്ത് കഴിഞ്ഞു. ഇനി അതും സഹിച്ച് നിൽക്കാൻ എനിക്ക് ഭാവമില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് പൂജയെയും കൊണ്ട് അകത്തേക്ക് പോയി. പിന്നീട് അഞ്ജന പൂജയോട് പറയുകയാണ്, ഇനി മുതൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. നീ എങ്ങനെ ഇത്രയും കാലം കഴിഞ്ഞു എന്നോ നിന്റെ വയറ്റിലെ കുഞ്ഞ് ആരുടെയാണെന്നോ ഇനി എനിക്കറിയണ്ട. ഇത്രയും കാലം അമ്മ ജീവിച്ചത് നിന്നെക്കുറിച്ച് വിഷമിച്ചും ഓർത്തുമൊക്കെയാണ്. ഇനി വയ്യ, ആരും കൂടെ ഇല്ലെങ്കിലും എനിക്ക് നീയും നിനക്കും ഞാനും മതി. നിന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇനി നമുക്ക് നമ്മൾ മാത്രം മതി. ഇതെല്ലാം കേട്ടതിന് ശേഷം പൂജ പറയാണ്, ഞാൻ റാണി അല്ലെങ്കിലോ അന്ന് സീതമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. ഇത് കേട്ട് അഞ്ജന പറയാണ്, ആരെന്ത് പറഞ്ഞോട്ടെ, എനിക്ക് കാലങ്ങൾക്ക് ശേഷം കിട്ടിയ മകളാണ് നീ. നീ തിരിച്ചെത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ പ്രമാണത്തിൽ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്ത് വെച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം അഞ്ജന പൂജയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർജുനൻ്റെ വീടാണ്. റാണിയും അർജുനും എവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ കേട്ടോ. നീ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേന്ന് അർജുൻ ചോദിക്കാൻ കേട്ടോ. നമ്മൾ എവിടേക്ക് അജുവേട്ടാ പോകുന്നതെന്ന് റാണി തിരിച്ച് ചോദിക്കുകയാണ്. അതൊക്കെ വഴിയെ പറയാം, താൻ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോവാണ്. താഴെ എത്തിയപ്പോൾ മാധുരി, മക്കളെ നിങ്ങൾ എങ്ങോട്ടാണ് ചോദിക്കുന്നത്. അറിയില്ലമ്മയെന്ന് റാണി പറയുന്നുണ്ട്. എന്തായാലും ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറയാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ മാധുരി ചോദിക്കുകയാണ്, മോക്ക് ഇന്നലെ അച്ഛമ്മ വൈകി വന്നതിൽ ചീത്ത പറഞ്ഞിട്ട് വിഷമമായോ? എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത് കേട്ട് അർജുൻ പറയാണ്, അമ്മേ, അത് സ്നേഹസദനത്തിൽ പണ്ടുണ്ടായിരുന്നൊരു കുട്ടിക്ക് ആക്സിഡൻ്റായി പൂജ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെന്ന്. അപ്പോൾ അവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് മാധുരി ചോദിക്കുകയാണ്. അല്ല എന്ന് പറയുമ്പോൾ എന്നാൽ അരുണിമ ചേച്ചിൻ്റെ അടുത്തേക്കായിരിക്കില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റാണി പറയാണ്, എന്തോ ഒരു വലിയ സസ്പെൻസ് ഉണ്ടമ്മേ, അതുകൊണ്ട് എവിടേക്കാണെന്ന് പറയുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന കുട്ടിയെ കാണാൻ പോകാമെന്ന് അർജുൻ പറയാണ്. ഇത് കേട്ടതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന റാണിക്ക് ഭക്ഷണം നെറുകിൽ പോവുകയും ചുമക്കുകയും ചെയ്യാൻ കേട്ടോ. ഇത് കണ്ട് മാധുരി വെള്ളം എടുത്ത് കുടിക്കും മോളെ എന്നൊക്കെ പറയാൻ. അങ്ങനെ റാണി വെള്ളം കുടിച്ചിട്ട് എണീറ്റ് പോവാണ്. പിന്നാലെ തന്നെ അർജുനും ഭക്ഷണം മതിയാക്കി എണീറ്റ് പോവാൻ കേട്ടോ. കൈ വാഷ് ചെയ്യുന്നതിനിടയിൽ അർജുൻ റാണിയോട് പറയും, ഭക്ഷണം നെറുകെ പോകാൻ കഴിക്കുന്ന സമയം സംസാരിക്കണമെന്നില്ല, ചില കേട്ടാലും മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ സംശയത്തോടെ അങ്ങ് നോക്കി നിൽക്കുക കേട്ടോ. പിന്നീട് അർജുനും റാണി യാത്ര ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. റാണി ചോദിക്കുന്നുണ്ട്, ഇത്രയും സസ്പെൻസും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് അജുവേട്ടാ? അപ്പോൾ അർജുൻ പറയണ്ടേ, അത് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം പോയില്ലേ. അപ്പോൾ റാണി പറയണ്ടേ, എന്നാലും ഒരു ക്ലൂ എങ്കിലും തരാമല്ലോ. അർജുൻ പറയാണ്, ചെല്ലുമ്പോൾ തനിക്ക് സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ റാണി തിരിച്ച് സിനിമാ തിയേറ്ററിലേക്കാണോ, പിന്നീട് പറയണ്ടേ ബീച്ചിലേക്കാണോ, അങ്ങനെ പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അർജുൻ ഇതൊന്നും അല്ല എന്നട്ടോ പറയുന്നത്. റാണി മനസ്സിൽ വിചാരിക്കുകയാണ്, വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോഴും അർജുൻ മുന വെച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി വരുന്നു. ഈ പോക്ക് എന്നെ മനഃപൂർവ്വം കൊടുക്കാനുള്ള വല്ല പരിപാടിയുമായിരിക്കുമോ? അപ്പോൾ അർജുൻ ചോദിക്കേണ്ടത്, എന്താണോ താൻ സൈലൻ്റ് ആയത്? അല്ല, ഞാൻ എവിടേക്കാണ് പോകുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ അവർ സ്നേഹസദനത്തിൽ എത്തുകയാണ് കേട്ടോ.
റാണി അവിടെ എത്തിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. വിചാരിച്ച പോലെയല്ല, ഇതൊരു കുടുക്കാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിന് പെട്ടുപോകുമെന്ന് എന്നിങ്ങനെ അവള് മനസ്സിലിങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്.